പ്രതിയുടെയും ജില്ലാ കളക്ടറുടെയും ഫോൺ നമ്പറിലെ അവരുടെ കോൾ CDR ഓൾറെഡി CDR അതുപോലെ ടവർ ലൊക്കേഷൻ ഓൾറെഡി കളക്ട് ചെയ്തിട്ടുണ്ടോ എന്നാണ് റിപ്പോർട്ട് കൊണ്ട് കാണുന്നത്. പക്ഷേ ഒന്നിലധികം നമ്പറുകൾ ഈ പെറ്റീഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ജില്ലാ കളക്ടറും പ്രതിയും ഉപയോഗിച്ച് വന്നതായ ഒന്നിലധികം ഫോൺ നമ്പറുകൾ പെറ്റീഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ റിപ്പോർട്ടിൽ ഏത് നമ്പറാണ് എടുത്തതെന്ന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ല. മറ്റൊന്ന്, പ്രശാന്തിൻ്റെ കോൾ റെക്കോർഡ്സും അതിൻ്റെ CDR ഒക്കെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. പ്രശാന്തിൻ്റെ നമ്പർ സംബന്ധിച്ചുള്ള യാതൊന്നും ഈ റിപ്പോർട്ടിൽ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഇതിലാണ് ഇന്ന് വാദം നടന്നത്. ഇത് വിധി പറയുന്നതിലേക്ക് ഡിസംബർ 3 മാറ്റിവെച്ചിരിക്കുകയാണ്. പക്ഷേ ഇതിലുള്ളൊരു പ്രയാസം എന്ന് പറയുന്നത് ദിവസങ്ങൾ കഴിയുന്നതോടുകൂടി തന്നെ, ഇപ്പം നിങ്ങൾക്കറിയാം അല്ലേ, 1 മാസത്തിലധികമായി ദിവസങ്ങൾ കഴിയുന്നതോടുകൂടി തന്നെ ഈ തെളിവുകൾ നശിപ്പിക്കപ്പെടാൻ, അത് പിന്നീട് ഇല്ലാതാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നവീൻ ബാബുവിൻ്റെ കുടുംബവുമായി ആലോചിച്ച് ഈ കേസിൻ്റെ അന്വേഷണം മറ്റേതെങ്കിലും ഏജൻസിയെ ഏൽപ്പിക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള ഒരാലോചന മിക്കവാറും നടത്തേണ്ടി വരും. അത്രമാത്രമാണ് ഇപ്പോൾ പറയാനുള്ളത്. അപ്പോൾ ഈ പെറ്റീഷൻ്റെ ഓർഡർ 3/12 ഡിസംബർ 3 വെച്ചിരിക്കുകയാണ്. അല്ല, നിലവിൽ അങ്ങനെ ഒരു ആലോചനയിലേക്ക് പോകേണ്ടി വരുമെന്നാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. ഇൻവെസ്റ്റിഗേഷനിലും ഒരു കാലതാമസം പൊതുവെ ഉണ്ടാവുന്നുണ്ടെന്നുള്ള ആക്ഷേപം. കാലതാമസം മാത്രമല്ല, ഇത് ഈ സയൻറ്റിഫിക് എവിഡൻസ്, ഇപ്പോൾ അദ്ദേഹം ഈ മീറ്റിങ്ങിന് ശേഷം ആരോടൊക്കെ സംസാരിച്ചു, എവിടെയൊക്കെ പോയി എന്നുള്ളതൊന്നും നമുക്കീ പറയില്ല. ആകെ അവൈലബിൾ ആയിട്ടുള്ള ഈ CCTV വിഷ്വൽസ് മാത്രമേ ഉണ്ടാവും. ഇതുകൂടി നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായാൽ കേസിൻ്റെ അന്വേഷണത്തെ വളരെ അത് ഗുണം ചെയ്യില്ല. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ഒരു അർജൻസി. അതുകൊണ്ടാണ് ഈ പെറ്റീഷനായിട്ട് കോടതിയിലോട്ട് വന്നത്. ഇനിയും കാലതാമസം ഉണ്ടാകുകയാണെങ്കിൽ മറ്റൊരു തരത്തിൽ ചിലപ്പോൾ ആലോചിക്കേണ്ടി വരും. നിലവിൽ അവർ കളക്ട് ചെയ്തു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഏത് ഫോൺ നമ്പറാണെന്ന് ഈ റിപ്പോർട്ട് കൊണ്ട് നമുക്ക് കാണില്ല. പ്രോസിക്യൂഷൻ ഞാൻ പറഞ്ഞല്ലോ, ഈ റിപ്പോർട്ടിൽ ഒരു യഥാർത്ഥത്തിൽ വൈകി റിപ്പോർട്ടാണ് തന്നത്. നമ്മൾ നമ്പർ മെൻഷൻ ചെയ്തിട്ടാണ് CDR ചോദിച്ചിട്ടുള്ളത്. ഇതിൽ 4 നമ്പർ മെൻഷൻ ചെയ്തു. 3 BSNL നമ്പർ, കളക്ടർ ഉപയോഗിക്കുന്ന 2 BSNL നമ്പറും പ്രതി ഉപയോഗിച്ചിരുന്നതായ 1 BSNലും 1 വോഡാഫോണും. പക്ഷേ ഏതാണ് കണ്ടെത്തിയത്, ഏതാണ് ഓൾറെഡി എടുത്തതെന്നൊന്നും ഈ റിപ്പോർട്ട് കൊണ്ട് നമുക്ക് കാണില്ല. അതുകൊണ്ട് നമുക്ക് ശൂന്യമാണ്. കാരണം അന്വേഷണത്തിലെ കാര്യങ്ങൾ നമുക്ക് എന്തായാലും ഈ സമയത്ത് കിട്ടില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് നമ്മൾ കൂടുതൽ ആശങ്ക ഉണ്ടാക്കുന്ന ഈ റിപ്പോർട്ട്. അതുകൊണ്ട് ബാക്കി കുടുംബവും ആലോചിച്ചിട്ട് ചെയ്യുന്നതാണ്, വളരെ പെട്ടെന്ന് തന്നെ ചെയ്യുന്നതാണ്. ADM നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയിൽ കുടുംബത്തിൻ്റെ അഭിഭാഷക മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. ഫോൺ രേഖകൾ സംരക്ഷിക്കണമെന്ന് നവീൻ ബാബുവിൻ്റെ കുടുംബം. PP ദിവ്യ, ജില്ലാ കളക്ടർ പ്രശാന്ത് എന്നിവരുടെ CDR സംരക്ഷിക്കണം. ലഭ്യമായ CCTV ദൃശ്യങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ച് കോടതിയിൽ ഹാജരാക്കണമെന്നും കുടുംബം കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേസ് ഡിസംബർ 3 വീണ്ടും പരിഗണിക്കും എന്നാണ് നവീൻ ബാബുവിൻ്റെ കുടുംബത്തിൻ്റെ അഭിഭാഷക മാധ്യമങ്ങളോട് പറഞ്ഞത്.